രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞങ്ങൾ പോകുന്നത് മോൺമാർട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസിലിക്ക കാണാനാണ്. മെട്രോ ഒക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ്. ഈ കാണുന്നത് ഒരു ഫ്ലീ മാർക്കറ്റാണ്. ഇതിൻ്റെ ഗരീബാൽഡി ഫ്ലീ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ. ഗരീബാൽഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫ്ലീ മാർക്കറ്റ്. ഞങ്ങളിങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ വെറുതെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പേരിൽ കയറിയതാണ്. വിൻ്റർ ഷോപ്പിംഗ് ആണ് കേട്ടോ. എല്ലാം നല്ല എന്താ സ്വെറ്റേഴ്സുകളും സോക്സുകളും അങ്ങനത്തെയാണ്, ജാക്കറ്റുകളും ഷൂസുകളും ബൂട്ട്സും അങ്ങനത്തെയൊക്കെയാണ് അധികവും. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ വെറുതെ ജാക്കറ്റൊക്കെ നോക്കിയിട്ടോ, പക്ഷെ നല്ല വിലയാണ് എല്ലാത്തിനും. അത് കാരണം പിന്നെ ഞങ്ങളുടെ ആ ഒരു മോഹമൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾ ഗരീബാൽഡിന്ന് M13 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ എടുത്തിട്ട് പ്ലേസ് ഡേ ക്ലിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ആൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോയിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആൻവേഴ്സിലാണ് നമ്മൾ കാണാൻ പോകേണ്ട മോൺമാർട്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബസിലിക്ക ഉള്ളത്. നമ്മളിപ്പോൾ ഇതാ മോൺമാർട്രി എന്ന് പറഞ്ഞിട്ടുള്ള ബസിലിക്കയുടെ അടുത്തെത്താറായി. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഫുള്ള് ഇതുപോലത്തെ സോവനിയർ ഷോപ്പുകളാണ്. നല്ല രസമാണ് എല്ലാം കാണാൻ. ഇവിടുത്തെ ഒരു പ്രത്യേക തരം ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പുകൾ, പിന്നെ ഈ ബാഗുകൾ, ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ, സോവനിയേഴ്സ്, അങ്ങനെ ടീഷർട്ടുകൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ തന്നെ. ആ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഷോപ്പുകളാണ്. അതാ ദൂരെ കാണുന്ന അവിടെയാണ്, ആ ഗ്രീനറി കാണുന്നതാണ് മോൺമാർട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മോൺമാർട്രി ബസിലിക്ക, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. കുഞ്ഞുണ്ണി എന്തായാലും അവിടെ ഒരു പാർക്ക് കണ്ടപ്പോഴേക്കും ഉഷാറായി. അപ്പോൾ അവൻ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാൽ നമ്മളും അവൻ്റെ ബോറടി മാറി കിട്ടുന്നുള്ളത് കൊണ്ട് അവൻ കുറച്ച് നേരം ആ പാർക്കിൽ കളിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മോൺമാർട്രിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതുപോലെ കുറേ പടികളാണ് കേട്ടോ. ആ പടികൾ മുഴുവനും കയറിയിട്ട് വേണം ആ മുകളിലേക്ക് എത്താൻ. ഈ മോൺമാർട്രി ബസിലിക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത് ഫസ്റ്റ് വേൾഡ് വാറിന് ജസ്റ്റ് ബിഫോർ ആയിട്ടാണ്. പിന്നെ ഇതിന് ഒരു 270 സ്റ്റെപ്പോളം ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. നമുക്ക് അത്ര
അധികം വലിയ വലിയ സ്റ്റെപ്പുകളല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് കയറാം നമുക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രൈസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെയുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്താ ക്രിസ്തു മതത്തിൽ പെട്ട ആൾക്കാർക്ക് ഈ ഒരു ബസിലിക്ക എന്ന് പറയുന്നത് അവരുടെ റിലീജിയനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ ആ ഒരു പ്രയറിൽ പങ്കെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അതാ മോൺമാർട്രെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. നമ്മൾ ആ പുറത്ത് നിന്നിട്ടുള്ള വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു അവിടുന്ന്. ഏകദേശം ഉച്ച സമയമായി. അപ്പോൾ ഒരുവിധം ഞങ്ങൾ ഇറങ്ങാനും ഇത്തിരി താമസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശന്നു തുടങ്ങിയോണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ അൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പ്ലേസ് ഡേ ക്ലിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് സെയിം ടൗണിലേക്ക് നമുക്ക് പോയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ചും കഴിഞ്ഞ് ഒരു ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് പാരീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൂർ മ്യൂസിയത്തിലേക്കാണ്. ലൂർ മ്യൂസിയത്തിലേക്ക് ഇതുപോലെ ഞങ്ങൾ മെട്രോ എടുക്കുകയാണ് ചെയ്തത്. സെയിൻറ്റ് ഓ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് പിരമിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെയാണ് ഈ ലൂർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സൽസ ഡാൻസ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കേട്ടോ അങ്ങനെ കണ്ടിരിക്കാൻ. ഞങ്ങളിങ്ങനെ ലൂർ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഡാൻസ് കണ്ടത്. അങ്ങനെ നടന്ന് ഞങ്ങളിതാ ഇതാണ് ലൂർ മ്യൂസിയത്തിൻ്റെ ഒരു കവാടം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ലൂർ മ്യൂസിയത്തിൻ്റെ മ്യൂസിയം കാണാൻ പറ്റില്ല. മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ അത് ഒരു എല്ലാവരും പറയുന്നൊരു 3 days എങ്കിലും വേണം കംപ്ലീറ്റ് ആയിട്ട് ലൂർ മ്യൂസിയം കാണാൻ. അത്ര അധികം എന്താ പിക്ചേഴ്സും ഡ്രോയിങ്സുകളും ആണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് പറയണത്.
പിന്നെ കുഞ്ഞുണ്ണിയെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മുഴുവനുമായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് എടുത്തിരുന്നില്ല. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ലൂർ മ്യൂസിയത്തിൻ്റെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കവാടത്തിൽ. നല്ല രസമാണ് അതിങ്ങനെ ശരിക്കും എന്താ ഗ്ലാസ് മിററാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ തന്നെ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ഒരേ പോലത്തെ കളറാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചമൊക്കെ വന്നാലും സൺലൈറ്റ് ഇട്ടാലും ഒക്കെ ഒരു ഗോൾഡൻ മാറും. ഇതാണ് ലൂർ മ്യൂസിയത്തിൻ്റെ എൻട്രി. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയാണ്. പിന്നെ കുറേ ഉണ്ട് നടക്കാനായിട്ടെന്നാണ് കേട്ടത്. ഒളിമ്പിക്സ് നടന്നതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിമ്പിക്സിൻ്റെ കാണാനുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു സോവനിയർ ഷോപ്പിലേക്കാണ്. ഈ ലൂറിൻ്റെ അടുത്ത് തന്നെയാണ് ആ സോവനിയർ ഷോപ്പ്. അത് ഈ സീൻ റിവറിൻ്റെ കരയിൽ തന്നെയായിട്ടാണ്. നമുക്ക് പോകുന്ന വഴി നമ്മൾ ആ റിവർ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ കാണിച്ചു തന്നിരുന്നു. ഇതിന് മുന്നേ പോയിട്ടുള്ള സോവനിയർ ഷോപ്പാണ്. ഒരു മലയാളിയുടെയാണ്, അതാണ് ഹൈലൈറ്റ്. അപ്പോൾ റാൻഡമായിട്ടാണ് ഇതിന് മുന്നേ ഇവർ പോയപ്പോൾ മലയാളിയുടെയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സ്ഥിരം അവിടെ നിന്നാണ് എന്തും വാങ്ങാറ്. ഇപ്രാവശ്യം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അവിടുന്ന് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റുകളും പിന്നെ അതുപോലെ കീ ചെയിനുകൾ അങ്ങനത്തെയൊക്കെ വാങ്ങി. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആള്. നമ്മളുടെ അടുത്ത് എന്താന്ന് വെച്ചാൽ എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ, നമുക്ക് കാശൊക്കെ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവുമ്പോഴും നമുക്ക് എടുക്കാൻ തോന്നില്ലല്ലോ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ ആള് പറഞ്ഞിട്ട് കുറച്ച് കീ ചെയിനുകളും ബ്രേസ്ലെറ്റും അങ്ങനത്തെയൊക്കെ വാങ്ങി. പോരാൻ നേരം കുഞ്ഞുണ്ണിക്ക് ഒരു കെട്ട് ടീഷർട്ടുകൾ, എനിക്ക് ഒരു ഷോള് ഒക്കെ തന്നു ആള് സ്നേഹമായിട്ട്. ആ സുവനീർ ഷോപ്പിൽ നിന്നും ഞങ്ങൾ പോയത് ആർക്ക് ഡി ട്രയംഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് കാണാനാണ്. അത് ഞങ്ങൾ മെട്രോ എടുത്തിട്ടാണ് പോയത്. ആർക്ക് ഡി ട്രയംഫിലേക്ക് M1 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോയിൽ കയറിയിട്ട് ചാൾസ് ഡി ഗോൾ എറ്റിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ആർക്ക് ഡി ട്രയംഫിലേക്ക് വന്നത്. ആർക്ക് ഡി ട്രയംഫ് എന്ന് പറയുന്നത് ഒരു വാർ മെമ്മോറിയലാണ് ഫ്രാൻസിൻ്റെ. അതിൽ ഫ്രാൻസിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത എല്ലാ മഹത് വ്യക്തികളുടെയും പേര് അതിൻ്റെ ആ വാർ മെമ്മോറിയലിൻ്റെ പുറത്ത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കും കയറാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണിക്കും കൂടെ ഉണ്ടായിരുന്ന 2 പേർക്കും അത്യാവശ്യം വയ്യാണ്ടിയായിരുന്നു, അവർക്ക് ചെറിയ പനിയൊക്കെ ആയി. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാനും പറ്റിയില്ല അന്ന്. പിന്നെ രാത്രി ആയിട്ടും ഉണ്ടായിരുന്നു. പാരീസിലെ പ്രധാന സ്പോട്ടുകളാണ് ഇന്ന് കവർ ചെയ്തതെല്ലാം. ലൂർ മ്യൂസിയം, ആർക്ക് ഡി ട്രയംഫ്, മോൺമാർട്രെ, എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ശരിക്കും യൂറോപ്യൻ രാജ്യത്ത് വന്നപ്പോഴാണ്
ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം നല്ലോണം മനസ്സിലാവുന്നത്. നല്ല വ്യത്യാസങ്ങളാണ് കൾച്ചറിൻ്റെ രീതിയിലായാലും ബിൽഡിങ്സുകളായാലും പിന്നെ റോഡിലുള്ള എല്ലാം സ്ട്രക്ചേഴ്സുകളായാലും അവരുടെ എല്ലാ വിധത്തിലും നല്ല വ്യത്യാസങ്ങളാണ്. ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു.